ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് LDC 2014 തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിരുന്നു. ഈ വീഡിയോയിൽ മുൻപത്തെ വീഡിയോയിലിട്ട വീഡിയോൻ്റെ ബാക്കിയായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അല്ലാത്ത ക്വസ്റ്റ്യൻ, കാനിസ് ഫെമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? നായ. നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനിസ് ഫെമിലിയാരിസ് എന്നത്. രാജാപാളയം, ഡോബർമാൻ, ജർമ്മൻ ഷെപ്പേർഡ്, പോമറേനിയൻ, ബുൾഡോഗ്, ഡാഷ് എന്നിവ വിവിധ ഇനം നായവർഗ്ഗങ്ങളാണ്. രാജാപാളയം, ഡോബർമാൻ, ജർമ്മൻ ഷെപ്പേർഡ്, പോമറേനിയൻ, ബുൾഡോഗ്, ഡാഷ് എന്നിവ വിവിധ ഇനം നായവർഗ്ഗങ്ങളാണ്. നായയെക്കുറിച്ചുള്ള പഠനം സൈനോളജി എന്നറിയപ്പെടുന്നു. സൈനോളജി എന്നത് നായയെക്കുറിച്ചുള്ള പഠനമാണ്. പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിസ് ഡൊമസ്റ്റിക്ക എന്നാണ്. ഫെലിസ് ഡൊമസ്റ്റിക്ക എന്നത് പൂച്ചയുടെ ശാസ്ത്രീയ നാമമാണ്. 100-ലധികം ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവിയാണ് പൂച്ച. സിംഹത്തിൻ്റെ ശാസ്ത്രീയ നാമം പാന്തറ ലിയോ എന്നാണ്. പാന്തറ ലിയോ എന്നാണ് സിംഹത്തിൻ്റെ ശാസ്ത്രീയ നാമം. വെളുത്ത സിംഹങ്ങളെ കാണുന്നത് ആഫ്രിക്കയിലെ കുർഗർ നാഷണൽ പാർക്കിലാണ്. ആഫ്രിക്കയിലെ കുർഗർ നാഷണൽ പാർക്കിലാണ് വെളുത്ത സിംഹങ്ങളെ കാണാൻ കഴിയുന്നത്. കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തറ ടൈഗ്രിസ് എന്നാണ്. പാന്തറ ടൈഗ്രിസ് എന്നാണ് കടുവയുടെ ശാസ്ത്രീയ നാമം. അപ്പോൾ സിംഹത്തിൻ്റെയും കടുവേൻ്റെ ഓർത്തിരിക്കാൻ ആദ്യത്തെ വാക്ക് പാന്തറ എന്നാണ്. രണ്ടാമത്തെ വാക്ക് അതിൻ്റെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട വാക്കാണ്. സിംഹത്തിൻ്റെ ആണെങ്കിൽ പാന്തറ ലിയോ എന്നും ലയൺ എന്നാണ് ഇംഗ്ലീഷിൽ സിംഹത്തിന് പറയുക. കടുവയ്ക്ക് പാന്തറ ടൈഗ്രിസ് എന്നും ടൈഗർ എന്ന് ഇംഗ്ലീഷ് പറയും. പാന്തറ ടൈഗ്രിസ് കടുവയും പാന്തറ ലിയോ സിംഹവുമാണ്. 2007 അടൂർ ഗോപാലകൃഷ്ണന് മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രമേത്? 4 പെണ്ണുങ്ങൾ. 4 പെണ്ണുങ്ങൾ എന്ന സിനിമയാണ് 2007 അടൂർ ഗോപാലകൃഷ്ണന് മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം. മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് ഏറ്റവും അധികം തവണ നേടിയ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണനാണ് മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് ഏറ്റവും അധികം തവണ നേടിയ മലയാളി. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും അടൂർ ഗോപാലകൃഷ്ണനാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും അടൂർ ഗോപാലകൃഷ്ണനാണ്. എലിപ്പത്തായം, കൊടിയേറ്റം, മതിലുകൾ, വിധേയൻ, അനന്തരം, കഥാപുരുഷൻ, മുഖാമുഖം ഇതെല്ലാം അടൂരിൻ്റെ പ്രധാന ചിത്രങ്ങളാണ്. എലിപ്പത്തായം, കൊടിയേറ്റം, മതിലുകൾ, വിധേയൻ, അനന്തരം, കഥാപുരുഷൻ, മുഖാമുഖം ഇതെല്ലാം അടൂരിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആര്? ഇതിന് ശരിയായിട്ടുള്ള ഉത്തരവ ശശികാന്ത ദാസ് IAS ആണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ RBI ഗവർണർ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ പണവ്യാപാരത്തിൻ്റെ കേന്ദ്രവും ദേശീയ കരുതൽ ധനത്തിൻ്റെ സൂക്ഷിപ്പുകാരനുമാണ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. കേരളത്തിൽ RBIയുടെ ശാഖകളുള്ളത് തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ്. ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന RBI ആണ്. 2012 ജപ്പാൻകാരനായ ഷിനിയ യമനാക്കയ്ക്ക് ഏത് വിഭാഗത്തിലാണ് നോബൽ പുരസ്കാരം ലഭിച്ചത്? വൈദ്യശാസ്ത്രം. 2012 ജപ്പാൻകാരനായ ഷിനിയ യമാനയ്ക്ക് വൈദ്യശാസ്ത്രത്തിനാണ് നോബൽ പുരസ്കാരം ലഭിച്ചത്. ആൽഫ്രഡ് നോബലിൻ്റെ ചരമദിനമായ ഡിസംബർ 10 നോബൽ സമ്മാനം വിതരണം ചെയ്യുന്നത്. 6 മേഖലകളിലാണ് നോബൽ സമ്മാനം നൽകുന്നത്. ബദൽ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരമാണ്. റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരമാണ് ബദൽ നോബൽ സമ്മാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്നത് മാക്സസെ പുരസ്കാരമാണ്. ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്നത് മാക്സസെ പുരസ്കാരമാണ്. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറിലാകുന്നതിനാലോ ഉണ്ടാകുന്ന രോഗമാണ് ഡാഷ്. അൾഷിമേഴ്സ്. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറിലാകുന്നതിനാലോ ഉണ്ടാകുന്ന രോഗമാണ് അൾഷിമേഴ്സ്. സ്മൃതിനാശക രോഗം എന്നറിയപ്പെടുന്ന അൾഷിമേഴ്സ് ആണ്. സ്മൃതിനാശക രോഗം എന്നറിയപ്പെടുന്ന അൾഷിമേഴ്സ് ആണ്. അന്തർദേശീയ അൾഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21 സെപ്റ്റംബർ 21 അന്തർദേശീയ അൾഷിമേഴ്സ് ദിനം.
മസ്തിഷ്ക രോഗലക്ഷണമാണ് അപസ്മാരം. മസ്തിഷ്ക രോഗലക്ഷണമാണ് അപസ്മാരം. സെറിബ്രൽ കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്ന താളം തെറ്റിയ അമിത വൈദ്യുത ചാർജ് ഉണ്ടാക്കുന്നതാണ് കാരണം. സെറിബ്രൽ കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്ന താളം തെറ്റിയ അമിത വൈദ്യുത ചാർജ് ഉണ്ടാക്കുന്നതാണ് കാരണം. ദേശീയ അപസ്മാര ദിനം ജൂൺ 21. ജൂൺ 21 ദേശീയ അപസ്മാര ദിനം. കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് പേവിഷബാധ ബാധിക്കുന്നത്. പേവിഷബാധ ബാധിക്കുന്നത് കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ്. ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന പേപ്പട്ടി വിഷബാധയാണ്. ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന പേപ്പട്ടി വിഷബാധയാണ്. മസ്തിഷ്കത്തിലെ പ്രേരക നാഡികൾ നശിക്കുമ്പോൾ ഡോപ്പാമൈൻ എന്ന വസ്തുവിൻ്റെ ഉൽപ്പാദനം കുറയും. ഇതിൻ്റെ ഫലമായി അനൈച്ഛിക പേശികൾ സങ്കോചിക്കുന്നതാണ് പാർക്കിൻസൺസ് രോഗം. മസ്തിഷ്കത്തിലെ പ്രേരക നാഡികൾ നശിക്കുമ്പോൾ ഡോപ്പാമൈൻ എന്ന വസ്തുവിൻ്റെ ഉൽപ്പാദനം കുറയും. ഇതിൻ്റെ ഫലമായി അനൈച്ഛിക പേശികൾ സങ്കോചിക്കുന്നതാണ് പാർക്കിൻസൺസ് രോഗം. പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11. ഏപ്രിൽ 11 പാർക്കിൻസൺസ് ദിനം. പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ആര്? യൂറി ഗഗാറിൻ. യൂറി ഗഗാറിനാണ് പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി. റഷ്യക്കാരനായ ബഹിരാകാശ സഞ്ചാരിയാണ് യൂറി ഗഗാറിൻ. ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ വ്യക്തിയാണ് യൂറി ഗഗാറിൻ. ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ വ്യക്തി. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗലീലിയോ ഗലീലിയാണ്. ഗലീലിയോ ഗലീലിയാണ് ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ്. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മയാണ് ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ വ്യക്തിയാണ് നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ വ്യക്തിയാണ്. ഷെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ഷെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലെ ഒരേയൊരു വന്യജീവി സങ്കേതമാണ് ഷെന്തുരുണി. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേയൊരു വന്യജീവി സങ്കേതമാണ് ഷെന്തുരുണി. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേയൊരു വന്യജീവി സങ്കേതം ഷെന്തുരുണിയാണ്. ഏറ്റവും അധികം തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരമേത്? ബാങ്കോക്ക്. ബാങ്കോക്കാണ് ഏറ്റവും അധികം തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം. എപ്പോഴും മുന്നോട്ട് അഥവാ എവർ ഓൺവേർഡ് എന്നാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ മുദ്രാവാക്യം. എപ്പോഴും മുന്നോട്ട് അഥവാ എവർ ഓൺവേർഡ് എന്നാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ മുദ്രാവാക്യം. ഗുരുദത്ത് സോദിയാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ്. ഗുരുദത്ത് സോദിയാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ്. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹിരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാരെ? ബോധേശ്വരൻ. ബോധേശ്വരനാണ് ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹിരണി എന്ന ഗാനം രചിച്ചത്. 1901 നെയ്യാറ്റിൻകരയിൽ ജനിച്ച ശ്രീ കേശവപിള്ളയാണ് പിൽക്കാലത്ത് ബോധേശ്വരൻ എന്ന പേരിൽ പ്രസിദ്ധനായത്. 1901 നെയ്യാറ്റിൻകരയിൽ ജനിച്ച ശ്രീ കേശവപിള്ളയാണ് പിൽക്കാലത്ത് ബോധേശ്വരൻ എന്ന പേരിൽ പ്രസിദ്ധനായത്. കവി, പത്രപ്രവർത്തകൻ, സാമൂഹ്യ രാഷ്ട്രീയ ആത്മീയ പ്രവർത്തകൻ, സ്വാതന്ത്ര്യസമര സേനാനി എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. കവി, പത്രപ്രവർത്തകൻ, സാമൂഹ്യ രാഷ്ട്രീയ ആത്മീയ പ്രവർത്തകൻ, സ്വാതന്ത്ര്യസമര സേനാനി എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. പ്രശസ്ത കവയത്രി സുഗതകുമാരി ഇദ്ദേഹത്തിൻ്റെ പുത്രിയാണ്. പ്രശസ്ത കവയത്രി സുഗതകുമാരി ബോധേശ്വരൻ്റെ മകളാണ്. ചിങ്ങം 1 ആചരിക്കുന്നത്? കർഷക ദിനം. കർഷക ദിനമായിട്ടാണ് ചിങ്ങം 1 ആചരിക്കുന്നത്. ലോക വനിതാ ദിനം മാർച്ച് 8. മാർച്ച് 8 ലോക വനിതാ ദിനം. നേവി ദിനം ഡിസംബർ 4. ഡിസംബർ 4 നാവിക ദിനം. ജനുവരി 30 രക്തസാക്ഷി ദിനം. ജനുവരി 30 രക്തസാക്ഷി ദിനം. മലബാറിലെ വിദ്യാഭ്യാസ വ്യവസായ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന? BEM ആണ് മലബാറിലെ വിദ്യാഭ്യാസ വ്യവസായ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി? സർ സി ശങ്കരൻ നായർ. സർ സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി. കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി GP പിള്ളയാണ്.
GP പിള്ളയാണ് കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി. കേരളത്തിൽ പ്രകൃതിയാ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലം? മറയൂർ. ഇടുക്കിയിലെ മറയൂറാണ് കേരളത്തിൽ പ്രകൃതിയാ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏക സുഗന്ധവ്യഞ്ജന പാർക്ക് പുറ്റടിയാണ്. ഇടുക്കി ജില്ലയിലെ പുറ്റടിയാണ് കേരളത്തിലെ ഏക സുഗന്ധവ്യഞ്ജന പാർക്ക്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? കേരളം. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയമാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയമാണ്. ഏറ്റവും അധികം പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകമാണ്. ചന്ദനമരങ്ങൾ കൂടുതലുള്ള സംസ്ഥാനവും കർണാടകയാണ്. ചന്ദനമരങ്ങൾ കൂടുതലുള്ള സംസ്ഥാനം കർണാടകയാണ്. ഏറ്റവും കൂടുതൽ ചണം, നെല്ല് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഏറ്റവും കൂടുതൽ ചണം, നെല്ല് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്.